ഇതെന്താ ഇത് അതൊന്ന് കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? കസേരയിലാണല്ലോ അല്ലേ? ആണോ? ഇരിക്കണോ? ഇരിക്കോ? ഓക്കേ. അത് ആ ലേക്ക് നോക്കി കിടക്കാൻ. അതെ അതെ അതെ. എനിക്ക് കുറച്ചുകൂടെ ഹൈറ്റ് വേണമായിരുന്നു കേട്ടോ, എങ്കിലാണ് ഞാൻ കറക്റ്റ്. അല്ലെ ഇവിടെ ഒരു തലേണ വെക്കണം, അപ്പൊ ഞാൻ പറഞ്ഞു. അതിനാണ് മോളെ ഈ ഒരു ഇതെന്ന് പറയുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ആക്കാം. ഓ യാ, ഇതൊക്കെ ചേട്ടൻ എവിടെന്നാ ചേട്ടാ കൊണ്ടുവന്നേ? വെറുതെ ഒരു ഇഫക്റ്റിന് വേണ്ടി ഇന്തോനേഷ്യ ബാലി എന്നൊക്കെ പറയാം. തിരുവനന്തപുരം. ആണോ? അത് ശരി. തിരുവനന്തപുരം ശംഖോദർ കടയിൽ നിന്നാണ്. അടിപൊളി. ഇത് നമ്മുടെ ഒരു ഇത് ഞാൻ പറഞ്ഞിട്ട് ഇന്തോനേഷ്യ ആണോ? സത്യാണോ? കൊച്ചു കടവന്തറ. ചേട്ടാ ഇതൊക്കെ എത്ര രൂപയ്ക്കും കൂടെ വാങ്ങിച്ചതോടെ പറ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് സൗകര്യമായല്ലോ. ഇതൊക്കെ നമ്മള് സെക്കൻഡ് ഹാൻഡ് റേറ്റിന് വാങ്ങുന്നതാണ്. എന്റെ സിൻഡ്രല്ല അവിടെ താഴെ വീണ. അയ്യോ, അനൂപ് മേനോന്റെ ഏറ്റവും പുതിയ പ്രണയം സിൻഡ്രല്ലയാണ്. ഉറപ്പായിട്ടായിരിക്കുമല്ലോ. നമ്മള് കാരണം കാശ് കൊടുക്കുന്നതാണല്ലോ. പ്രണയിച്ചില്ലെങ്കിൽ എന്റെ കച്ചവടം പൊട്ടും. ഇതിന്റെയൊക്കെ ആധാരം വെച്ചിട്ട് ഉണ്ടാക്കിയതല്ലേ. അതെ. ഇവിടെ ഇരുന്നാണോ ചേട്ടാ പൊതുവെ കഥയൊക്കെ എഴുതാറുള്ളത്? ഇവിടെ ഇരുന്നിട്ടാണ് നമ്മള്. പത്മ ഇവിടെയായിരുന്നു. പത്മയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ പ്രീ പ്രൊഡക്ഷൻ, പത്മയിലെ സോങ്സ് എല്ലാം ഇവിടെ ഇരുന്നിട്ടാണ് നിനായ് കമ്പോസ് ചെയ്തത്. പത്മയുടെ RR ഇവിടെയായിരുന്നു. സെന്ററിലെ അതെ. കഥ ഈ രണ്ട് സിനിമകളും രണ്ട് സ്ത്രീകളുടെ പേരുകൾ ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചേ. അതെന്താ അങ്ങനെ? സ്ത്രീകളോട് ഇഷ്ടം. ആണോ? അധികം റെസ്പെക്ട് ചെയ്യുന്ന ഒരു ജനവിഭാഗമാണ് സ്ത്രീകൾ. വാവ്, വെരി ഗുഡ്. കം ഓൺ, ഞങ്ങൾ ബാക്കി അകത്ത് കയറി സംസാരിക്കട്ടെ. സിൻഡ്രല്ലനെ നമുക്ക് കണ്ടുപിടിക്കാം. വെൽക്കം ടു അനൂപ് മേനോൻ സ്റ്റോറീസ്. താങ്ക് യു. എവിടെ നോക്കിയാലും ഞങ്ങൾ മൊത്തത്തിലൊരു സിൻഡ്രല്ല മയമാണ് ചേട്ടാ ഇവിടെ. ഫെയറിടെയിൽ മയമാണ്. അത് ശരിയാണല്ലോ. ശരിക്കും ഒരു ഫെയറിടെയിൽ ലോകത്തെത്തിയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ വീടിന്റെ ഇങ്ങനെ ഇന്റീരിയർ ഒക്കെ ചേട്ടൻ അതിനുശേഷം ചെയ്താണോ? ഈ വീടിന്റെ കുറെ സാധനങ്ങൾ ചെയ്തിരിക്കുന്നത് ഡി ലൈഫ് എന്ന് പറഞ്ഞിട്ട് അവരാണ്. ജോബി എന്റെ അടുത്ത ഫ്രണ്ട്, ഞാൻ എന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ്. അതെ അതെ. അവരാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഈ ലൈറ്റുകളൊക്കെ ഇങ്ങനെ വെച്ചേക്കുന്നത് ഡി ലൈഫിന്റെ സംഭവങ്ങളാണ്. ഓ അടിപൊളി, കൊള്ളാം. കുറെ ഫർണിച്ചർ ഒക്കെ നമ്മൾ വേറെ സോഴ്സ് ചെയ്ത് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജക്കാർത്ത, ഇന്തോനേഷ്യ, പച്ചാളം. ചേട്ടാ ഇതൊക്കെ എവിടെ നിന്നാണ് ഈ സെക്കൻഡ്സിന് വാങ്ങണേന്ന് എന്നോടും കൂടെ ഒന്ന് പറഞ്ഞു തരുമോ? ഇവര് മറ്റേ 70% ഡിസ്കൗണ്ട് എന്നൊക്കെ പറഞ്ഞിടൂലേ, നമ്മളിങ്ങനെ പോയി വാങ്ങിക്കും. ആണല്ലേ? വീട്ടിലെ ഭാര്യക്ക് ഇതുവല്ല അറിയൂ? ഇല്ല, ഞാൻ അവരുടെ ഭയങ്കര വിലക്കാണ് വാങ്ങിച്ചെന്ന് പറയും. അതെ, അതാണ് ഞാൻ ചോദിച്ചത്. അതെ, അറിഞ്ഞാൽ മാത്രം മതി. ഇതൊക്കെ ഒറിജിനൽ ആണോ? അല്ലല്ലോ. അല്ല, ഇത് ഒറിജിനൽ അല്ല. വൈ ഇത്രയും വലിയ അത് ഒറിജിനൽ ആണ്. അല്ല. കാരണം ഇത് കണ്ടറിയത് ഒറിജിനൽ അല്ല. മണ്ണൊക്കെ ഉണ്ട്, വെറുതെ പറ്റിക്കലാണ്. ഇത്ര വലിയ പൂന്തോട്ടക്കാരനാണ്, എല്ലായിടത്തുനിന്നും പൂ പറിച്ചോണ്ട് വരുന്നു, ചെടി പറിച്ചോണ്ട് വരുന്നു എന്ന് പറഞ്ഞിട്ട് വീടിനകത്തിരിക്കുന്നത് ഒരു ഓക്സിജൻ പ്ലാന്റ് ആവണ്ടായിരുന്നോ ചേട്ടാ? ഇത് ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രത്യേകതരം ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ്. അയ്യോ, എനിക്കൊന്നും പറയാനില്ല. ഇനി എന്താ വേണ്ട? സെന്ററിലേക്ക് കാണണം. അല്ല, ഇത് സിൻഡ്രല്ലയ്ക്ക് വേണ്ടി ചെയ്തതാണോ?